ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്നില്ല, കാരണം 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. ഞാൻ വൈറ്റ് സ്ക്രീനിൽ എഴുതിയിട്ട് കുറച്ച് ബോറടിച്ച് തുടങ്ങിയതുകൊണ്ട് കളർ മാറ്റിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെയും വൈറ്റ് കളർ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലൈൻസ് എൽ ആൻഡ് എം ഈസ്. ഇവിടെ എൽ എന്ന് പറഞ്ഞിട്ടൊരു ലൈനും ഉണ്ട്, എം എന്ന് പറഞ്ഞിട്ടുള്ള 2 ലൈൻസ് ഉണ്ട് അല്ലേ. ഈ 2 ലൈൻസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ലൈൻസ് കൺസിസ്റ്റൻറ്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റൻറ്റ്, കൺസിസ്റ്റൻറ്റ് വിത്ത് 3 സൊല്യൂഷൻസ്, കൺസിസ്റ്റൻറ്റ് വിത്ത് മെനി സൊല്യൂഷൻ. അപ്പോൾ ഒരേ ഒരു പോയിന്റിലാണ് ആ 2 ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? കൺസിസ്റ്റൻറ്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ കാണണം, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, the pair of linear equations 3x plus 2y equals 5 and 2x minus 3y equals 7 are consistent, dependent, inconsistent, independent. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ വീഡിയോയിൽ. ഈ ഗ്രാഫ് തന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആകെ ഒരു പോയിന്റിലാണ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. 2 ലൈൻസും ഒരേ ഒരു പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എ ഓപ്ഷൻ കറക്റ്റാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അവർ ഇൻഡിപെൻഡൻറ്റും ആണ് അല്ലേ, ഇൻഡിപെൻഡൻ്റ് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ, ഒരേ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൂ, അവരുടെ വൈ ഇൻ്റർസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് 2 ഓപ്ഷനും സെലക്ട് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻറ്റും ആണ്, ഇൻഡിപെൻഡൻറ്റും ആണ്. ഓക്കെ, ഇൻ കേസ് ഈ ഗ്രാഫ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യില്ലേ. 3x plus 2y equals 5, 2x minus 3y equals 7. a1 by a2, b1 by b2 ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ a1 by a2 എന്താണ്? 3/2 വരും. b1 by b2 2 divided by -3. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്ത കേസിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രാഫ് തന്നിട്ടില്ലെങ്കിൽ ഇക്വേഷൻ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിലും ഇൻ്റർസെക്റ്റ് അറ്റ് 1 പോയിന്റ്, യുണീക്ക് സൊല്യൂഷൻ, കൺസിസ്റ്റൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഇതെല്ലാമാണെന്ന് ഉള്ള ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ എടുത്ത് കാണണം, എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് അതിൽ. ഓക്കെ, a 2-digit number is such that the product of its digits is 24. ഓക്കെ, ഒരു 2-digit നമ്പർ, അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് 24 ആണ്. അപ്പോൾ 2-digit നമ്പർ നമുക്ക് എക്സ് ഒരു ഡിജിറ്റും വൈ ഒരു ഡിജിറ്റും ആയിട്ട് എടുത്താൽ ആ ഡിജിറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? 24. ഇഫ് 18 is subtracted from the number, സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് എക്സ് ഒരു ഡിജിറ്റ് വൈ ഒരു ഡിജിറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ആണ് 24. പക്ഷെ നമ്പർ അതല്ല. വൺസ് ഡിജിറ്റ് ഏതായിട്ട് എടുക്കാം? വൺസ് ഡിജിറ്റ് വൈ ആയിട്ടും, ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും വൺസ് ഡിജിറ്റ് വൈയും ടെൻസ് ഡിജിറ്റ് എക്സ് ആയിട്ടും എടുത്താൽ നമ്പർ എങ്ങനെയായിരിക്കും? സോ ദ നമ്പർ ഈക്വൽസ് 10x plus y അല്ലേ. 10x plus y ആണ് ആ നമ്പർ. അപ്പോൾ ആ നമ്പറിൽ നിന്ന് 18 സബ്ട്രാക്ട് ചെയ്താൽ 18 ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. 10x plus y minus 18. സോ ഈ നമ്പറിൽ നമ്മൾ 18 സബ്ട്രാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ദ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ദെയർ പ്ലേസസ്. ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ദെയർ പ്ലേസസ്, അതായത് ടെൻസ് ഡിജിറ്റ് വൈയും വൺസ് ഡിജിറ്റ് എക്സുമായിട്ട് മാറും. അപ്പോൾ എങ്ങനെ എഴുതാം? 10y plus x എന്നാവും. ഓക്കെ, സോ ഫൈൻഡ് ദ നമ്പർ. വി ഹാവ് ടു ഫൈൻഡ് ദ 10x plus y. ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 10x plus y ഞാൻ ഈ എക്സിൻ്റെ പ്ലേസും വൈൻ്റെ ഒക്കെ ഒരുമിച്ച് എഴുതാണ്. 10x minus x plus y minus 10y equals 18 അല്ലേ. സോ 9x minus 9y equals 18. y equals 18 by 9 equals 2. സോ xy അതായത് പ്രൊഡക്റ്റ് 24ഉം എക്സ് വൈ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് 24ഉം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 2 എന്നും കിട്ടി. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സ് വൈ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഓക്കെ, എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് വൈ എന്താ എഴുതാം? എക്സ് ഈക്വൽസ് 24 ഡിവൈഡ് ബൈ വൈ എന്ന് എഴുതി കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് എക്സിന് പകരം 24 by y minus y equals 2 എന്ന് എഴുതാം.
Okay, so 24 minus y square equals 2y. So y square plus 2y minus 24 equals 0. ആക്ച്വലി നമ്മൾ എവിടെ തുടങ്ങിയത് 2 വേരിയബിൾസ് ഉള്ള ഒരു ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം വന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണെങ്കിലും ഞാൻ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും പോയി കാണാൻ മറക്കരുത്, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 2ഉം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പം ഞാൻ ഗസ് ചെയ്യാണ്, 6ഉം 4ഉം എടുത്താൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടും. പക്ഷെ -24 വേണം, ആഡ് ചെയ്യുമ്പോൾ +2ഉം വേണം അല്ലേ? സോ ഞാൻ -4 ആക്കുന്നു. 6 times -4 minus -24, 6 plus -4 plus 2ഉം കിട്ടുന്നു. കറക്റ്റ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? y plus 6 times y minus 4 equals 0. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും? y plus 6 0 ആകുമ്പോൾ y is equal to -6 ആവാം, or y is equal to 4 ആവാം. അപ്പോൾ y ഒരു ഡിജിറ്റ് അല്ലേ, അതുകൊണ്ട് നെഗറ്റീവ് എടുക്കാൻ പറ്റില്ലല്ലോ, അതൊരു ഡിജിറ്റ് ആണ് അല്ലേ? വൺസ് ഡിജിറ്റ് എന്നാണോ നമ്മൾ പറഞ്ഞത്? യെസ്, വൺസ് ഡിജിറ്റ് ആണ് y ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ y equal to 4 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി x കണ്ടുപിടിക്കണ്ടേ? ഈക്വൽസ് 24/y, that is 24 divided by 4, 6. സോ ടെൻസ് ഡിജിറ്റ് 6 എന്നും കിട്ടി, വൺസ് ഡിജിറ്റ് 4 എന്നും കിട്ടി. അപ്പോൾ നമ്പർ എന്തായിരിക്കും? ടെൻസ് ഡിജിറ്റ് 6, വൺസ് ഡിജിറ്റ് 4, 64 ആണ് നമ്പർ. ആ നമ്പർ കണ്ടുപിടിക്കാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ഈസ് 64. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 64ൽ നിന്ന് എന്ത് ചെയ്യാം? 18 ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം അല്ലേ? 14 minus 8, 5 minus 1, 4, 46. ആ നമ്പർ 64 എന്നുള്ള നമ്പർ റിവേഴ്സ് ആയിട്ട് വന്നു, 46 ആയി. ഓക്കെ അല്ലേ? A fraction is such that if the numerator is multiplied by 3 and the denominator is reduced by 3, we get 18 divided by 11. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് x divided by y എന്ന് എടുക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രാക്ഷൻ. ഇനി എന്താ ചെയ്യുന്നത്? ന്യൂമറേറ്റർ is multiplied by 3. So 3x divided by denominator എന്താണ്? reduced by 3. So y minus 3. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 divided by 11. But if the numerator is increased by 8, so x plus 8 divided by, and the denominator is doubled, so 2y. ഞാൻ ഈ x by y എന്നുള്ളതിനെയാണ് ഈ ചേഞ്ച് ഒക്കെ വരുത്തിയത്. അങ്ങനെ ചെയ്തപ്പോൾ we get 2 divided by 5. So find the fraction. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x by y എത്രയായിരിക്കും? ഓക്കെ, നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3x times 11 and this thing. 3x times 11 എന്ന് പറയുന്നത് 33x equals 18y minus 18 times 3, that is 54. Okay, then here ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 5x plus 40 equals 4y. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ഇത് സോൾവ് ചെയ്തൂടെ? എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെയാണെങ്കിൽ 33x minus 18y plus 54 equals 0. 5x minus 4y plus 40 equals 0. അപ്പോൾ നമുക്ക് ഐദർ 18ൻ്റെയും 4ൻ്റെയും ഒരു LCM എടുത്തിട്ട് എന്താ ചെയ്യുക? 18ൻ്റെയും 4ൻ്റെയും ഒരു LCM എടുത്താൽ ഇവർ രണ്ടുപേരും ഒരേപോലെ ആക്കിക്കൂടെ? 18 and 4ൻ്റെ LCM എന്താണ്? Okay, 9 2s are 18, 2 2s are 4, 2 9s 18 times 2, 36 ആണ് LCM. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ 36 വൈൻ്റെ കോഎഫിഷ്യൻ 36 ആകുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈയിങ് വിത്ത് 2. സോ എന്താ വരും? 66x minus 36y plus 108 equals 0. ഇനി സെക്കൻഡ് ഇക്വേഷൻ 5x minus 4y plus 40. 5x minus 4y plus 40 equals 0. ഇതിനെ 4നെ 36 ആവണമെങ്കിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ ഇക്വേഷനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 9s are 45x minus 36y plus 360 equals 0. അപ്പോൾ ഈ ഇക്വേഷൻസ് നോക്കൂ, ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കൂ.
21x ഇത് രണ്ടും 0 ആയിപ്പോയി minus 252 equals 0. 21x equals 252. X equals 252 divided by 21. That is 12. So we got x equals 12. And we want to find y. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ y നമുക്ക് കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒക്കെ. ഇപ്പോൾ 5x plus 40 equals 4y. അപ്പോൾ ഇതിൽ എക്സിന് 12 എന്ന് കൊടുത്താൽ 5 times 12 plus 40 whole divided by 4 ചെയ്താൽ നമുക്ക് y കിട്ടും. 60 plus 40 100. 100 plus 4 y is equal to 25 എന്ന് കിട്ടും. So x 12 y 25. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x by y ആണ്. x by y 12 divided by 25. This is the answer. A man has only 20 paisa coins and 25 paisa coins in his purse. If he has 50 coins in all totaling to rupees 11.25, how many coins of each kind does he have? 20 paisa coins ഉം 25 paisa coins ഉം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അത് മൊത്തം 50 coins ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാത്തത് നമ്പർ ഓഫ് 20 paisa coins. അത് എക്സ് എന്ന് എടുക്കാം. ആൻഡ് നമ്പർ ഓഫ് 25 paisa coins y. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? നമ്പർ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എല്ലാ പൈസയും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 11.25 റുപ്പീസ് ഉണ്ട്. ഓക്കെ, റുപ്പീസ് എന്ന് പറഞ്ഞത് എത്ര പൈസ ആയിരിക്കും? 1125 പൈസ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് 100. അപ്പോൾ നമുക്ക് എഴുതാം 20 പൈസയുടെ കോയിൻ എക്സ് എണ്ണ ഉള്ളതും 25 പൈസയുടെ കോയിൻ വൈ എണ്ണ ഉള്ളതും. അപ്പോൾ ഇത് മൊത്തം എത്ര പൈസ ഉണ്ടെന്ന് കിട്ടും. അത് 1125 പൈസയാണ് ഉള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടും കണ്ടോ, രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സും വൈയും കിട്ടുമല്ലോ. നമ്മൾ രണ്ട് അൺനോൺസ് ഉണ്ടെങ്കിൽ എപ്പോഴും രണ്ട് ഇക്വേഷൻ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഇതൊന്ന് 20യുടെ ടേമിലാക്കിയാൽ പോരെ. ഫസ്റ്റ് ഇക്വേഷൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ഫസ്റ്റ് ഇക്വേഷൻ ടൈംസ് 20. 20x plus 20y equals 1000. സെക്കൻഡ് ഇക്വേഷൻ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? 20x plus 25y equals 1125. ഓക്കെ, ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യൂ. 20x minus 20x 0. എലിമിനേഷൻ മെത്തേഡാണ്. 25y minus 20y 5y equals 125. So y equals 125 divided by 5. That is 25. Okay, so x plus y equals 50 ആണ്. y 25 ആണെങ്കിൽ absolutely x equal to 25. So each kind 25 എണ്ണം ഉണ്ട്. 20 പൈസയുടെ കോയിൻ 25 എണ്ണം ഉണ്ട്. 25 പൈസയുടെ കോയിനും 25 നമ്പർ അത്രയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.